നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. കൂറ്റൻ പാറയും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. 7 പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, 7 പേർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്? ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ പെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് തിരുവണ്ണാമലയിൽ വലിയ കനത്ത മഴ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മലയോര പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയാവുന്ന മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കൂറ്റൻ പാറ കഷ്ണങ്ങൾ, ഒരു കുന്ന് ഇടിഞ്ഞ് കൂറ്റൻ പാറ കഷ്ണങ്ങൾ 2 വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഏതായാലും ആ വീടുകളിൽ 7 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ ഇപ്പോൾ പരിശോധനകൾ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നാണ് സ്ഥലം SP-യുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ഈ 7 പേർ ആ വീട്ടിലുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ അവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധനകൾ ഇപ്പോഴും ആരംഭിക്കുന്നുണ്ട്. കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് തീർച്ചയായിട്ടും വെല്ലുവിളി തന്നെയാണ്. എന്നാൽ പോലും രാത്രിയിലും വെളിച്ചമൊക്കെ കൊണ്ടുവന്നുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് തിരുവണ്ണാമല SP-യുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ശ്രീധരൻ, തിരുവണ്ണാമലയിൽ ഇന്ന് ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ നേരത്തെ മുതൽ ശക്തമായ മഴ പെയ്യുന്ന സ്ഥലമാണോ? ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള അങ്ങനെ ആ ലിസ്റ്റിൽ പെടുന്ന ഒരു സ്ഥലമാണോ? എങ്ങനെയാണ് വിവരങ്ങൾ ആ തരത്തിൽ? അതായത് ഇന്ന് വൈകിട്ട് വരെ ഏകദേശം വിഴുപുരം ഭാഗത്തായിരുന്നു ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. അത് കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയതിനെ തുടർന്ന് തന്നെയാണ് തിരുവണ്ണാമലയിൽ ഇതിന്റെ പ്രഭാവം കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഘാതം കാര്യമായി തന്നെ ഉണ്ടായത്. ആ മേഖലയിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു. തിരുവണ്ണാമലയിൽ, വിഴുപുരം, അതുപോലെ തന്നെ കള്ളാക്കുറിച്ചി മേഖലകളിലൊക്കെ റെഡ് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ പോലീസ് പറയുന്ന ഒരു കാര്യം എന്താണെങ്കിൽ, ഒരുപക്ഷെ ഈ പ്രദേശത്ത് നിന്ന് ആളുകളേക്ക് നേരത്തെ ഒഴിപ്പിക്കാൻ ഉള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ ആളുകളെ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകളിലേക്ക് ഈ ഉരുൾ പൊട്ടിയ വീടിന് മുകളിലേക്ക് പാറ വന്ന് വീഴുകയായിരുന്നു.